എല്ലാ ഇന്നലെ പറഞ്ഞ മാതിരിനായി ആൾക്കാർക്ക് ഇഷ്ടമില്ല ഇജ്ജ് പറഞ്ഞത്. 2 യൂറോപ്യൻ രാജ്യമാണ്. ഏതായാലും നല്ല കളി എന്നാലും മോശമൊന്നുമില്ല. ഇന്നിപ്പോ അർജന്റീന എതിരാളികളെ കൊച്ചക്കെട്ടായി നിൽക്കാണ്. പോർച്ചുഗലും ബ്രസീലും ഒക്കെ ഇവര് താഴെ മോള് പ്രത്യാശീനാണല്ലോ, മോള് ക്ഷീണ. അപ്പൊ ഈജിപ്ത് ആഫ്രിക്കന്റെ പിന്നെ രാജ്യമാണ്. 1934 പ്രീ ക്വാർട്ടറിൽ കയറിയ ചരിത്രമുള്ളൂ ഈജിപ്തിന്. 34 അപ്പൊ ഈ കാലം വരെ അർജന്റീനയോട് ജയിച്ചില്ല. അത് ഭയങ്കര ഈജിപ്ത് ജയിച്ചില്ല. അത് നോക്കണ്ട, അതായിട്ട് കൊണ്ട് നിൽക്കും. പിന്നെ അവൻ ആസാം അസാൻ എന്ന് പറയുന്ന കോച്ചാണ്. മുഹമ്മദ് സനാബിയുണ്ട്, പിന്നെ അതേപോലെ മാർവൻ ആറ്റിയുണ്ട്, റാമി റബിയയുണ്ട്, മുഹമ്മദ് അബ്ദുൽ മാനമുണ്ട്, യാസിൻ ഇബ്രാഹിം ഉണ്ട്, മുഹമ്മദ് സലാ, മുഹമ്മദ് ആനി. അപ്പോടെ മുഹമ്മദ് സലാ എന്ന് പറഞ്ഞ ഏറ്റവും ആസാം മസാന കോച്ച് മോശമല്ല. ഈജിപ്തിന് ഇപ്പൊ കുറച്ചാടേല് നല്ല ഇതിന് കൊണ്ടുവരുന്ന കോച്ചാണ്. അവിടെ പിന്നെ ഈ ഈജിപ്ത് നഷ്ടപ്പെടാന്നില്ല. ആകാശം അടിഭൂമി ഒന്നും ആലോചിച്ചണ്ട. ലോകകപ്പ് കിട്ടി മതിയായി. കൗണ്ടർ അറ്റാക്ക് ഈ സലാമിന് വെച്ച്. സലാം സ്പീഡുള്ള ഗെയിമാണ് മുഹമ്മദ് സലാം. അതുപോലെ ഡിഫൻസ് താങ്ങും. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തിന് മാറ്റം വ്യത്യാസം. പ്രശ്നം എന്ന് പറഞ്ഞാൽ മെസ്സി മാത്രമേ ഗോളിടുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ലിസാൻഡ്രോ മാർട്ടിനസും അതുകൊണ്ട് റൊമോറോ വന്ന് ഡിഫൻസിലാ ഗോൾട്ട്. അത് മാറ്റം വരുത്തി. ലോസോൾസോ ഇറങ്ങാൻ മെച്ചം വെച്ച് തോന്നുന്നില്ല. റൊളാസ് ഇറങ്ങിയില്ല. മാറ്റം ഡിഫൻസിന് വരുത്താൻ സ്കെലോണി സൗദി അറേബ്യയിൽ തോറ്റിട്ട് മാറ്റം വരുത്തി ഇറക്കിയ കോച്ചാണ്. അപ്പൊ മോശം വരില്ല. കാരണം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യവും ഒരു ആഫ്രിക്കൻ രാജ്യവും. ലാറ്റിൻ അമേരിക്കൻ അഭിഷേചിക്കുന്ന ആ വൻകരയിൽ കൊളംബിയയും അർജന്റീന മാത്രമാണ്. അപ്പം നല്ല എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകും. കളിയല്ലേ അപ്പൊ സംഭവിക്കാം. ഈജിപ്ത് മോശമൊന്നുമില്ല. ഈജിപ്ത് നല്ല പോരാട്ടം നടത്തും. ഒരു കിട്ടിയാ കിട്ടി. അർജന്റീനൊക്കെ ജയിക്കാത്ത ഭയങ്കര. അപ്പൊ അർജന്റീന കരുതി കളിക്കും. അർജന്റീന കരുതി കളിക്കും. കഴിഞ്ഞ ദിവസം കെബർത്തനോട് അർജന്റീന പെട്ടിട്ട് മികച്ച കളി പുറത്തു. ആഫ്രിക്കൻ രാജ്യമാണ്. ഈജിപ്ത് മോശം വരില്ല. ദിലം പോരാട്ടം കാണാം. കാരണം ഒരിക്കൽ നഷ്ടപ്പെടാത്ത കളിയാണ് ഈജിപ്തിനുള്ളത്. അതുകൊണ്ട് കടുത്ത പോരാട്ടം ഉണ്ടാവും. മോശം വരില്ല. ചെറിയ ടീമുകൾ ഭയങ്കര കളിയാണ്, നമുക്കറിയാലോ. എന്നാലും ആ കടുത്ത പോരാട്ടത്തിൽ അർജന്റീന നേടും.